ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് കൂവ വിരകിയത് അഥവാ കൂവപ്പായസം അതുണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതിനായി ആദ്യം തന്നെ 2-3 അച്ച് ശർക്കര എടുത്ത് ശർക്കര ഉരുക്കി പാനിയാക്കുന്നതാണ്. അങ്ങനെ ഇതാ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല മധുരമുള്ള ശർക്കരയാണ്, അതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ്, നല്ല മധുരമായിരിക്കും. പിന്നെ ഇത് നന്നായി അരിച്ച് വേണം എടുക്കാൻ. കൂവപ്പായസം ഉണ്ടാക്കുമ്പോൾ ചേർക്കണം. നമ്മളെന്തിനും ശർക്കര ഉരുക്കിയിട്ട് അരിച്ചൊഴിക്കുന്നത് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആവാതിരിക്കാനായിട്ടോ. പിന്നെ ഇതാണ് കൂവപ്പൊടി. ഇത് ഉണ്ടാക്കാനാകെ 3 ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ കേട്ടോ. കൂവപ്പൊടി വേണം, നെയ്യ് വേണം, കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്ത് അതിനകത്ത് നെയ്യിൽ വറുത്തിട്ടിട്ട് അത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചധികം എടുത്തത്. കൂവപ്പൊടി ഇത്തിരി എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ നല്ല തണുപ്പായത് കാരണം ഈ കൂവ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്തിന് ഓൾറെഡി ചുമയാണ്, അപ്പോൾ അതിന് കൂടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് തിരുവാതിരയായിട്ട് കൂവപ്പായസം ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഇതിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതാ ഒരു പാൻ വെച്ച് നമ്മൾ ഒരു പാത്രത്തിൽ തേങ്ങ വറുത്തെടുക്കുവാണ്. നെയ്യിൽ വേണം വറുത്തെടുക്കാൻ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഏലക്കയൊന്നും ഞാനിട്ടില്ല. എനിക്കെന്തോ ഈ കൂവപ്പായസത്തിൻ്റെ കൂടെ ഏലക്കയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഇടുന്നവരുണ്ട്, ചെറുപഴം ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്തില്ല, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ തേങ്ങ വറുത്തെടുത്ത് അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് പാത്രത്തിലേക്ക്. ശർക്കര പാനി പിന്നെ തേങ്ങാക്കൊത്തും ഇട്ട് അതിനകത്തേക്ക് കൂവപ്പൊടി കലക്കി അരിച്ചൊഴിക്കണം. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതിരിക്കാനാണ് കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിക്കുമ്പോൾ സെമി സോളിഡ് രൂപത്തിലാവും. ഇത് കുറച്ച് തണുത്ത നല്ല സൂപ്പറായിട്ടുള്ള കൂവ വിരകിയതായിരിക്കും. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കും. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയാം. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി, വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ സമയം കിട്ടിയില്ല, രാവിലെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വൈകിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.